രേഖാചിത്രം എന്നുള്ളൊരു സിനിമ നമുക്ക് ഒരു നടന്റെ ഒരു എസ് ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു. കാരണം നമുക്ക് അതിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് അത്. എത്രയാളെ കണ്ട് ഗുഡ് വില്ലിനെ ബാധിക്കാം, നമുക്ക് തന്നെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറിയേക്കാം, ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും. എന്നാൽ പോലും അതിന് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിനു വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്ന വിളിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി. ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമ ആഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത, ആ ചിന്ത, ആ ഒരു ആഗ്രഹം അതെവിടെ നിന്ന് വരുന്നു? അത് ആ സിനിമയുടെ കഥയിൽ, സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പൊ അതിനോട് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നതൊക്കെ എന്റെ സ്വന്തം അനുഭവങ്ങള്. മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി ഞാൻ പറഞ്ഞില്ല, അതെന്ന് പറഞ്ഞിട്ടുണ്ടില്ല. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്കത് എടുക്കാൻ പറ്റാതെ വളരെ ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണേ. അത്രയും